Hi guys, again welcome back to my channel Kicks Daily Vlogs. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അബുദാബിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുദ്രിയത്ത് ഐലൻഡിലേക്കാണ്. നമ്മൾ ഈ ഒരു ഐലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു വിശാലമായ സ്ഥലം തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാർക്കിങ്ങിനോട് ചേർന്ന് ഒരുപാട് ഫുഡ് ട്രക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ഫുദ്രിയത്ത് ഐലൻഡിലേക്കുള്ള എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത്. ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഫുദ്രിയത്ത് ഐലൻഡ്. ഒരു ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ്. നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കുറേ ബോൾസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു ഏരിയ തന്നെയാണിത്. ആ ഒരു കിക്ക് ബോൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയത് ഒരു 8:30 PM ഒക്കെ ആയപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ നമ്മുടെ ബീച്ച് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബീച്ച് ഏരിയയിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു ഐലൻഡിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു കിഡ്സിനുള്ള പ്ലേ ഏരിയ ആണ്. അപ്പോൾ അവിടെ അത്യാവശ്യം കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അധികം എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കിക്കുമ്പോൾ ഫസ്റ്റ് ഓടിയതും ആ ഒരു കിഡ്സ് പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ. ഈ ഒരു കിഡ്സ് പ്ലേ ഏരിയയോട് ചേർന്നിട്ട് ഒരു ജിം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നിട്ടുള്ള ഇൻസ്ട്രക്ഷനും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ജിം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കുട്ടികൾക്കുള്ളൊരു ട്രെയിൻ കാണാൻ സാധിക്കും. കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ പേരൻസ് ആരെങ്കിലും കൂടെ കയറുന്നുണ്ടെങ്കിൽ അവർക്ക് 15 dirhams ആണ് പേയ്മെൻറ്റ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 10 minutes ആണ് നമ്മൾ ഈ ഒരു ഐലൻഡ് ചുറ്റി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും, കാരണം അവർക്കുള്ള അറബിക് സോങ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ ട്രെയിനിലുള്ള റൈഡൊക്കെ കഴിഞ്ഞിറങ്ങി ഞങ്ങൾ പോയത് അടുത്ത ഗെയിം സെക്ഷനിലേക്കാണ്. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ഗെയിം സെക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ആ ഒരു നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിനുള്ളിൽ കളിക്കുന്ന താറാവിനെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് അത് നമുക്കൊരു 3-4 എണ്ണം നമുക്ക് തരും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നമ്പേഴ്സ് അനുസരിച്ച് നമുക്ക് അവിടെ കാണുന്ന ഡൈനോസറിൻ്റെയും ക്യാറ്റിൻ്റെയും ടെഡി ബിയർ അതുപോലെയൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിവിടെ കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്ത്, കാരണം ഈ ഒരു വെള്ളത്തിൽ ഈ താറാവ് കൂടുന്ന കാണാൻ വേണ്ടിയിട്ട് കിക്കിമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം കുറച്ചധികം ടൈം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് റെസ്റ്റിംഗ് ഏരിയാസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ബാസ്ക്കറ്റ് ബോൾ കളിക്കാം. അതേപോലെ തന്നെ വേറൊരു ഗെയിമും ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് സാറ്റർഡേയും സൺഡേയും ഇവിടെ പേയ്മെൻ്റ് ഇല്ല. ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. ഒരു ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 20 dirhams ആണ്. അതുപോലെ 3 balls നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്കവിടെ 40 dirhams ആണ് പേയ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഐലൻഡിൽ നമുക്ക് കുറേ റെസ്റ്റോറൻറ്റ്സ് കാണാൻ സാധിക്കും. അത് നമ്മുടെ ലോകത്തിലുള്ള മിക്ക ടൈപ്പുള്ള ഫുഡുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓരോരോ രാജ്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് ഷോപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഐലൻഡിൽ ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാരണം ഇവിടെയുള്ള ലൈറ്റ്സും അതേപോലെ തന്നെ ആ കാണുന്ന അറേഞ്ച്മെൻറ്റ്സ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തായിരുന്നു. അതുപോലെ ഞങ്ങൾ അടുത്തായിട്ട് പോയത് നമ്മൾ ബീച്ച് സൈഡിലേക്കായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ബീച്ച് സൈഡിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്കിപ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആ ഹുദ്രിയത്ത് എന്ന് പറഞ്ഞ ബോർഡ് എഴുതിയ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ഏരിയാസും ക്ലോസ്ഡ് ആയിരിക്കും 6 മണി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു വീഡിയോയിൽ നമുക്ക് മസാന ബീച്ച് കാണിക്കാം.
ഇപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹുദ്രേത്ത് ബീച്ചിലുള്ള ബോട്ട് സർവീസുകളൊക്കെയാണ്. ആ ചെറിയ ബോട്ട് സർവീസിന് ഒരാൾക്ക് 150 ദിർഹംസാണ് വരുന്നത്. അതുപോലെ ആ കാണുന്ന ബോട്ടൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒരു റിലാക്സേഷൻ തരുന്നൊരു ഏരിയ ആണ്. നമുക്ക് കുറച്ചധികം ടൈം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ, കാരണം ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.